ചെമ്പാവ് പുന്നില്ലിൻ ചോ. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് മാങ്ങക്കറിയാണ്. അതിനൊരു വലിയൊരു മാങ്ങ, ഒരു വലിയ സവാള, പച്ചമുളക് 6 ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടിയും കൂട്ടി തിരുമ്മി ഇത് ഒരു 10 മിനിറ്റ് വെക്കണം. ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി സവാളയും മാങ്ങയും പച്ചമുളകും ഇഞ്ചി 2 തണ്ട് വേപ്പിലൊക്കെ കൂടിയിട്ട് നമുക്ക് തിരുമ്മി 10 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം വേണം തേങ്ങയും ചേർന്ന് ഒരു തേങ്ങ വേണം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഇച്ചിരി അധികം ഇടണം, 2.5 സ്പൂണ്. ഒരു 1/4 സ്പൂണ് മതി മുളക് പൊടി. പച്ചമുളക് 6 ഇട്ടുണ്ട്, അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. അത് ഉപ്പ്, വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കൂട്ടി തിരുമ്മണം. ഉപ്പും പച്ചമുളകും ഇഞ്ചിയും ഒരു തണ്ട് വേപ്പിലയും ചേർക്കണം കേട്ടോ ഇതിൽ. ഇപ്പോൾ വേപ്പില ഇട്ടില്ലെങ്കിൽ നമുക്കത് താളിക്കുമ്പോൾ അടുപ്പത്ത് ചിന്നിട്ട് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ വേപ്പിലിട്ടാലും മതി. സവാള ഇതിന് ഇച്ചിരി ഇരിക്കട്ടെ 10 മിനിറ്റ്. ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം. ചൂടാണെങ്കിൽ മുമ്പ് വേപ്പിലിട്ട് തരും. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ അതുകൊണ്ട് ചൂടാകുമ്പോൾ വേപ്പില പൊട്ടിച്ചെടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മാങ്ങപ്പോട്ട് കൊടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പൊട്ടിട്ട് തിരിഞ്ഞ് വെച്ചാൽ മാങ്ങയാണ്. നമുക്ക് ഇളക്കി ഇതിനകത്തിട്ടൊന്നും മാങ്ങ വേവിച്ചെടുക്കണം. 1/4 വേവണം മാങ്ങ. അധികം പുളിയില്ലാത്ത മാങ്ങയാണ്. പുളി അധികം ഇല്ലാത്ത മാങ്ങ കൊണ്ടാണ് മാങ്ങക്കറി ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ ആ കറി ഭയങ്കര പുളിയായിരിക്കും. പുളി അധികം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും, പക്ഷേ ഇഷ്ടപ്പെടാത്തവർക്ക് പുളി കുറവുള്ള മാങ്ങ നല്ലത്. ഞങ്ങൾക്ക് പുളി കുറവാണ് ഇഷ്ടം മാങ്ങക്കറി വയ്ക്കുന്നത്. ഈ മാങ്ങക്കറിയുടെ മാങ്ങയൊക്കെ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് നല്ലോണം വഴന്നിട്ടുണ്ട്. മാങ്ങ നല്ലോണം വടിയുന്നതൊക്കെ 2ാം പാല് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. 2ാം പാലാണ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ചോറ് ഞാനിട്ട് ഒഴിച്ചു കൂട്ടാനായിട്ട്. ക്രിസ്ത്യാനികളുടെ വീട്ടിലെടുക്കുന്ന പ്രധാനപ്പെട്ട കറിയാണ്. കല്യാണങ്ങൾക്കും മനസ്സമ്മതത്തിനൊക്കെ ചോറും കറിയാണെങ്കിൽ. ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ. നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ ഇതായി നോക്കി. ഇനി ആ തലപ്പാൽ ഒഴിക്കണം. തിരി താത്തിടാം. അതിൻ്റെ തലപ്പാൽ ഒഴിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം. കറക്റ്റായിട്ടുണ്ട് എൻ്റെ കറിയുടെ ഇതൊക്കെ. ഉപ്പ് ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്കൊരു നുള്ളുപ്പ് ഇടാം അത്യാവശ്യത്തിന്. കറി ഇനി താളിക്കേണ്ട ഇതാണ് കറി, മാങ്ങക്കറി. ഇനി ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മുടെ മാങ്ങക്കറി റെഡിയായി. തിരി നമുക്ക് നിർത്താം. തലപ്പാൽ ഒഴിച്ച് ഇനി തിളയ്ക്കണ്ട. നമ്മുടെ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ചെമ്പാവ് പുന്നില്ലിൻ ചോ.